ഹേ, എഫർമേഷൻ എന്ന് പറയുന്നത് നമ്മളെടുത്ത് നമ്മളെ പറ്റി അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പറയാമെന്ന് മാത്രം എന്നുള്ളതല്ല. നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എന്ത് സ്റ്റോറിയാണോ നമ്മളോട് പറയുന്നത്, നമ്മൾ എന്താണോ നമ്മളെ പറ്റി പറയുന്നത്, അതൊക്കെ നമ്മൾ എഫേം ചെയ്യുന്ന കാര്യമാണ്. സോ എഫർമേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നെഗറ്റീവായിട്ട് നമ്മൾ അറിയാതെ എഫർമേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഈ എഫർമേഷൻ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല, ഞാൻ അത്ര ലക്കി അല്ല, എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല, എന്റെ ലൈഫിൽ ഒന്നും നല്ലതായിട്ട് സംഭവിക്കുന്നില്ല, എനിക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, എനിക്ക് നല്ല ജോബ് ഇല്ല, എനിക്ക് ഒട്ടും സന്തോഷമില്ല എന്നൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഫർമേഷൻ ആണ്. ചില ആളുകൾ അത്ര ഫീലിങ്സോട് കൂടിയിട്ടായിരിക്കാം ആ കാര്യങ്ങൾ അഫേം ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ എന്താണ് സംഭവിക്കുക? അതേ കാര്യം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുക. മാറ്റം നിങ്ങൾ എത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളോട് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യുക. റൈറ്റ് ആയിട്ടുള്ള അഫർമേഷൻ വെച്ച് അത് റീപ്ലേസ് ചെയ്യാം. ഐ എം നോട്ട് ലക്കി എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഐ എം സോ ബ്ലെസ്ഡ് എന്ന് അവിടെ റീപ്ലേസ് ചെയ്യുക. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഐ എം സോ കോൺഫിഡന്റ്, ഐ കൻ ഫീൽ മൈ കോൺഫിഡൻസ് എന്ന് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളോട് തന്നെ പറയാ. എനിക്ക് നല്ലതൊന്നും എന്റെ ലൈഫിൽ സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ ഒരുപാട് പുതിയ അവസരങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ഐ എം സോ ബ്ലെസ്ഡ്, ഞാൻ പുതിയ കാര്യത്തിന് വേണ്ടി ഓപ്പൺ ആണ് എന്നുള്ളത് പറയാം. എത്രമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് എനർജി റേസ് ചെയ്യാൻ സാധിക്കുമോ, റൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന വാക്കുകൾ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ വാക്കിൽ സരസ്വതിയാണ്, അല്ലെ? അത്ര പവറാണ് നമ്മളുടെ ഓരോ വാക്കും നമ്മൾ യൂസ് ചെയ്യുന്ന, എസ്പെഷ്യലി നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഓരോ വാക്കുകളും. സോ നിങ്ങളുടെ വാക്കുകൾ, നിങ്ങൾ അഫേം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് യൂസ് ചെയ്യാൻ പഠിക്കുക. So hope you like this video. See you soon with another video.